കുട്ടികളെ നമസ്കാരം. ഷഡ്രിപുക്കളിൽ 5 വിസ്തരിച്ചു പറഞ്ഞു നമ്മൾ. ആറാമത്തെ മാത്സര്യം എന്നുള്ള രോഗം, രിപു രോഗമൊക്കെ ഒന്ന് തന്നെ 59ാമത്തെ ശ്ലോകത്തിൽ ഉറവങ്കര വിവരിക്കാൻ തുടങ്ങുകയാണ്. മാത്സര്യം എന്ന ചേതോവികാരം വന്നു പെട്ടാൽ പിന്നെ അത് വിട്ടുപോവില്ല എന്നാണ് കവി പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്ന് നോക്കാം. ധരിക്കാം മാത്സര്യമഹാഗതത്തെ ഭരിക്കുകിൽ ഭാരം അതൽപ്പമല്ല. ഒരിക്കലും നാസ്തി സുഖപ്രസംഗം മരിക്കലും മാനസതാപം ആറാ. ഇതിൻ്റെ അന്വയം നോക്കാം. മാത്സര്യ മഹാഗതത്തെ ഭരിക്കുകിൽ ഉള്ള ഭാരം അത് അല്പമല്ല എന്ന് ധരിക്ക. അവന് സുഖപ്രസംഗം ഒരിക്കലും നാസ്തി. മാനസതാപം മരിക്കലും ആറാ. ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു പ്രോസ് ഓർഡർ വരിക. ഇതിൽ ഭരിക്കുക എന്നുള്ളൊരു വാക്കുണ്ട്. ഭരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ രക്ഷിക്കുക, പോറ്റുക, ചുമക്കുക, ചുമതല വഹിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അതിനെ ചുമക്ക, ഏറ്റുക എന്ന് പറയും. മാത്സര്യം എന്ന മനസ്സിൽ ഏറ്റിയും കൊണ്ട് നടക്കുന്ന ആൾ അർത്ഥത്തിൽ. പിന്നെ പ്രസംഗം. പ്രസംഗം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്ക് വിസ്തരിച്ച് പറയൽ, ഏതെങ്കിലും വിഷയത്തെപ്പറ്റി സദസ്സിൽ വെച്ച് പറയുന്ന ഉപദേശമോ അതിനെപ്പറ്റി വിസ്തരിക്കൽ ആണ് പ്രസംഗം. അതിന് അവസരം എന്ന് അർത്ഥമുണ്ട്. സുഖപ്രസംഗം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സുഖത്തിനുള്ള അവസരം എന്നെടുക്കാം. സുഖത്തിനെ പറ്റിയുള്ള ഒരു അവസരം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താവും? മാത്സര്യം എന്ന മഹാരോഗം ഒരു മാറാവ്യാധി ആണ്. അത് ഒരു തവണ ഏറ്റിയാൽ, നമ്മുടെ മനസ്സിൽ വെച്ചാൽ, ആ മനോവികാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം, അതിൻ്റെ തൂക്കം എന്നർത്ഥം, അത് വളരെ അധികമാണ് എന്ന് മനസ്സിലാക്കണം. ഈ കാര്യം നിങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഭാരമേറ്റിക്കഴിഞ്ഞാൽ പിന്നെ നടക്കലും ഇതൊക്കെ കുറച്ച് അമാന്തവും വെയ്യാണ്ടവും ക്ഷീണിക്കും. പഴയ കാലത്ത് ചുമട് താങ്ങികൾ വഴിയിൽ ധാരാളം കാണാം. അതെന്തിനാ വെച്ചാൽ ചുമട് തലയിൽ ഏറ്റി കൊടുക്കുമ്പോൾ 1-2 ആളുണ്ടോ പിടിക്കാനുണ്ടാവും. പിന്നെ ഇറക്കണോടത്തും ആൾക്കാരുണ്ടാവും. പക്ഷെ വഴിക്ക് ഇയാൾക്ക് ചുമട് താങ്ങി നടക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെയ്യാണ്ട് ചെയ്യാൽ ഒരു തൽക്കാലം ആളെ കിട്ടിക്കൊള്ളുന്നില്ല. ഇത് പിടിച്ച് നിലത്തേക്ക് ഇറക്കാനും പിന്നെ അവിടുന്ന് വീണ്ടും തലയിലേക്ക് കയറ്റാനൊക്കെ ആയിട്ട്. ഈ ചുമട് താങ്ങി ഉണ്ടെങ്കിൽ ഏകദേശം തലയുടെ ഉയരത്തിലാവും. അവിടേക്ക് മെല്ലെ ഇങ്ങോട്ട് തള്ളി വയ്ക്കാം. പിന്നെ മെല്ലെ അവനോ തന്നെ പിടിച്ച് തലയിലേക്ക് കയറ്റുകയും ചെയ്യാൻ പറ്റും. അതാണ് ചുമട് താങ്ങി. അതിൽ ഇറക്കി വയ്ക്കുമ്പോൾ കുറച്ചൊരു സുഖം തോന്നും. മറ്റേ ദേഹം മുഴുവൻ വേദനയ്ക്കുള്ളതല്ല. നല്ല കനപ്പിടിയായുള്ള ഇതാണ് സാധനങ്ങൾ. അന്ന് വേറെ ഉപകരണങ്ങളൊന്നും ഇല്ലേനും കൊണ്ടുപോകാൻ, വാഹനങ്ങളോ ഒന്നുമില്ലല്ലോ. മൃഗങ്ങളുടെ മേൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ മിക്കവാറും തലച്ചുമടായിട്ട് കൊണ്ടുപോകുക. അതാണ്. അപ്പം അതിനൊരു സുഖം ഉള്ളപ്പോൾ ഈ ചുമട് താങ്ങിയിൽ വെക്കണ സമയത്തൊരു സുഖം, അല്ലെങ്കിൽ കൂലി കിട്ടുന്ന സമയത്ത് സുഖം ഉണ്ടാവും. പക്ഷെ ഈ മാത്സര്യം എന്നുള്ള ചേതോവികാരം അതും ഏറ്റി നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അത് സുഖം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് കവി പറയണത്. സുഖത്തിനുള്ള അവസരം, സുഖപ്രസംഗം, സുഖത്തിന് അവസരം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് സുഖം ഉണ്ടാവുക വെച്ചാൽ അതും ഇല്ല എന്നർത്ഥം. അതാണ് ഒരിക്കലും നാസ്തി സുഖപ്രസംഗം. സുഖത്തിനുള്ള അവസരം
ഒരിക്കലും ന അസ്തി, ഇല്ല, ഇല്ല എന്നുള്ളതിന്. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ന അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ സുഖത്തിനുള്ളൊരു അവസരമേ കിട്ടുന്നില്ല എന്നർത്ഥം. ആട്ടെ, മരിച്ചു പോയാൽ കഴിയുമല്ലോ, ഒരുവിധം ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ചില രോഗത്തിനെ പറ്റി പറയുമ്പോൾ പറയും, അത് മാവിൻ്റെ കറ തട്ടിയാലാണ് മാറുള്ളൂ എന്ന് പറയും. അതെന്താ കാരണം? ശവദാഹത്തിന് നമ്മൾ സാധാരണ മാവിൻ്റെ വിറകാണ് ഉപയോഗിക്കുക. അത് പച്ചയിലും കത്തും, മഴക്കാലത്തും കത്തും, അത് നന്നായി കത്തും ചെയ്യും. അപ്പോൾ ആ പച്ച വിറകാവുമ്പോൾ അത് കത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചില നീരുകൾ പുറത്തേക്ക് വരും. അതൊരു കറട രൂപത്തിൽ പൊതയും ഇതൊക്കെ ആയിട്ട് വരുന്നതാണ്. അത് ദേഹത്തിൽ തട്ടുമല്ലോ ഈ ശവസംസ്കാര സമയത്ത്. അതാണ് മാവിൻ്റെ കറ തട്ടിയാൽ മാറുന്ന രോഗം എന്ന് പറയാൻ കാരണം. പക്ഷെ ഈ രോഗമാണെങ്കിൽ മാവിൻ്റെ കറ തട്ടിയാലും മാറില്ല എന്നുള്ളതാണ്. മരിക്കലും മാനസതാപം ആറാ. മരിച്ചു കഴിഞ്ഞാലും ഈ മാനസതാപം, മനസ്സിൻ്റെ താപം, ചൂട്, അതായത് മാത്സര്യം എന്നുള്ള ആ ഒരു ചൂട്, അത് ആറില്ല, ഒട്ടും തണുപ്പില്ല എന്നർത്ഥം. അത് ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. ഭാരതീയ സങ്കല്പ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ധനമുള്ളത് വീട്ടിൽ നിന്നിടും, തനയാദ്യാര്യർ വരും ചിതാവധി, പുനരാത്മശുഭാശുഭങ്ങൾ താൻ തനുനാശത്തിൽ അനുവ്രജിച്ചിടും. നമ്മുടെ ശരീരം മാത്രമേ മരിക്കുള്ളൂ, ആത്മാവ് മരിക്കുന്നില്ല. അത് വീണ്ടും യാത്രയാണ്. അപ്പം ആ യാത്ര പോകുമ്പോൾ ഒപ്പം ചെല്ലാൻ ആരൊക്കെയാ? പൈസ ധനം സമ്പാദിച്ചത് അത് വീട്ടിലുണ്ടാവും, അത് ഒപ്പം പോവില്ല. തനയാദ്യാര്യർ, മക്കള് മുതലായുള്ള ശ്രേഷ്ഠ പുരുഷന്മാർ, ശ്രേഷ്ഠന്മാരാണ്. അവരും ഏതുവരെ? ചിതാവധി വരെ പോവുള്ളൂ. ചേതയുടെ അടുത്ത് വരെ ചെല്ലും. കാരണം തീ കൊളുത്ത ആൾ മകനാണ്, അല്ലെങ്കിൽ മകനില്ലെങ്കിൽ അതിന് അടുത്ത ബന്ധു ആരാച്ചവർ, അതുവരെയാണോ. പിന്നെ ഒപ്പം പോവാനുള്ളത്, ഈ ആത്മാവിൻ്റെ ഒപ്പം പോകുന്നത് ശുഭാശുഭങ്ങൾ, അതായത് പുണ്യപാപങ്ങൾ, അവനവൻ ചെയ്തിട്ടുള്ള പുണ്യങ്ങളും പാപങ്ങളും മാത്രമാണ് ഒപ്പം ചെല്ലുക. അപ്പോൾ ഇതിൽ ഇത്തരം വികാരങ്ങൾ, മാനസിക വികാരങ്ങളുണ്ട്, അതൊക്കെ വാസന എന്നുള്ള രൂപത്തിൽ ഒപ്പം പോവും. ഇപ്പോൾ ചില ഇത് കേട്ടാൽ മുജ്ജന്മ വാസന പറയും, കഴിഞ്ഞ ജന്മത്തെ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡായിട്ട് വന്നുള്ള വിചാരങ്ങളും. അതേപോലെ തന്നെ ഈ ജന്മം കഴിഞ്ഞാൽ അടുത്തൊരു ജന്മം ഉണ്ട് എന്നാണ് ഈ ഭാരതീയ സങ്കല്പം. അത് മുക്തി കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ഒപ്പം പോണത് ഈ വാസനകൾ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ മാത്സര്യം എന്നുള്ള ചേതോവികാരം ഉള്ള ആൾ മരിച്ചു കഴിഞ്ഞാലും അത് ബാക്കി നിൽക്കുമെന്ന് പറഞ്ഞാൽ അപ്പം അയാൾക്ക് മുക്തി ഇത്തവണ കിട്ടില്ല, ഇത് ക്യാരി ഫോർവേഡാണ്. അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇത് മാറുന്നവരെ ജന്മം ജനിച്ചുകൊണ്ടേയിരിക്കുന്ന അർത്ഥം. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മാത്സര്യം എന്നുള്ള ഇതും ഒരു മഹാരോഗമാണ്. അത് വന്നു വിട്ടാൽ പോവില്ല എന്ന് മാത്രമല്ല, മരിച്ചാലും അത് തീരുമില്ല. അപ്പം അതിനെ ശ്രദ്ധാപൂർവം ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശ്ലോകം വഴി ഓർമ്മങ്കര. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധരിക്ക മാത്സര്യമഹാഗതത്തെ സ്ഫരിക്കുകിൽ ഭാരമതൽപ്പമല്ല, ഒരിക്കലും നാസ്തി സുഖപ്രസംഗം, മരിക്കലും മാനസതാപം ആറാം. എല്ലാവർക്കും നമസ്കാരം.